Hey guys, welcome back to another video. 25th ജൂലൈയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ വേഴ്സസ് വോൾവറിൻ എന്ന മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മാർവൽ ഈസ് ബാക്ക് ടു ദെയർ എന്താ പറയാ പ്രൈം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു ഈ മൂവി. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മളൊരു പാസ്റ്റ് 3-4 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഫ്രം മാർവൽ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ മൂവി ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ടൈറ്റിൽ സീക്വൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതിലുള്ള ക്രിയേറ്റിവിറ്റിയും ആ ഒരു ഡിഫറൻസും ഒക്കെ കാണുമ്പോൾ തന്നെ ഈ മൂവിയുടെ ലെവൽ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഡെഡ്പൂളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഉണ്ട്, എന്റെ മോനെ അതിഗംഭീരമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ കോരിത്തെരിച്ചു പോകും. അമ്മാതിരി സീക്വൻസ് ആണത്. ഡെഡ്പൂളിന്റെ ഒരു സൈക്കോട്ടിക് അല്ലെങ്കിൽ ആ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഡെഡ്പൂളിനെ അതിന്റെ പെർഫെക്ഷനിൽ തന്നെ മാർവൽ ഒട്ടും തന്നെ അതിന്റെ പെർഫെക്ഷൻ പോവാണ്ട് തന്നെ ഈ മൂവിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ടു എൻഡ് കൊണ്ടുപോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വോൾവറിൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റയർ, നോർമലി ഉള്ള ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് മാറിയിട്ട് ഒരു യെല്ലോയിഷ് കോസ്റ്റ്യൂമിൽ നല്ല അടിപൊളി ഔട്ട്ലുക്കില് ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു മാസ് ഹീറോയിക് ടച്ചോട് കൂടി തന്നെയാണ് ഇതിനകത്ത് വോൾവറിന്റെ ക്യാരക്ടറിനെ ഫുൾ ഓൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പടത്തിന്റെ സ്റ്റാർട്ട് ടു എൻഡ് ഡെഡ്പൂൾ ആണ് ഒരു ലീഡിങ് ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ എന്നാലും വോൾവറിനും ഒരു 3-4 സീക്വൻസസ് ഉണ്ട്. ഡെഡ്പൂൾ വോൾവറിൻ കോംബോ വരുന്ന ആ ഒരു ടൈം ഒക്കെ ഒരു എക്സെപ്ഷണൽ, ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പടം 3D തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. കാരണം 3D നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം വിഷ്വൽ ട്രീറ്റ്സ് അല്ലെങ്കിൽ വിഷ്വൽ പെർഫെക്ഷൻ ആയിട്ടുള്ള സീക്വൻസസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാർവൽ ഫാൻസിന് ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് മൂവി എന്നൊക്കെ വേണം പറയാവുന്ന രീതിയിലുള്ള ഒരു മൂവിയാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെയധികം ക്യാമിയോ അപ്പിയറൻസസ് വരുന്നുണ്ട്. മൂവിയുടെ പല സ്ഥലത്തായിട്ട് പല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ല് ചെയ്ത് സീറ്റ് എന്നൊക്കെ ചാടി എണീക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ പല ക്യാമിയോസും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും നല്ലൊരു ബ്രില്യന്റ് ആയിട്ട് തന്നെ മാർവൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഫിലിമിന്റെ ലാസ്റ്റ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എൻ ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഫ്യൂച്ചറിലേക്കൊന്നും പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള എൻ ക്രെഡിറ്റ് സീൻ അല്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ണി എൻ ക്രെഡിറ്റ് സീൻ ആണ്. അപ്പൊ അത് മിസ്സാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി മൂവി വാച്ച് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.